നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹംപി യാത്രയിൽ ഐഹോള, പട്ടടക്കൽ കണ്ടു കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ നേരെ പുറപ്പെട്ടത് ബദാമിയിലേക്കാണ്. ബദാമിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ഒരു താലൂക്കും ഒരു പട്ടണവുമാണ് ബദാമി. പണ്ട് വാതാബി എന്നും ഈ പട്ടണത്തെ വിളിച്ചിരുന്നു. കൊല്ലവർഷം 540 മുതൽ 757 വരെ ബദാമി ചാലൂക്യരുടെ രാജകീയ തലസ്ഥാനമായിരുന്നു. ബദാമി ഗുഹാക്ഷേത്രങ്ങൾ പോലുള്ള പാറയിൽ കൊത്തിയ സ്മാരകങ്ങൾക്കും മറ്റ് ക്ഷേത്രങ്ങൾക്കും പ്രശസ്തമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ പദ്ധതി പ്രകാരം പൈതൃക നഗരങ്ങളിലൊന്നായി ബദാമി തിരഞ്ഞെടുക്കപ്പെട്ടു. ചാലൂക്യരുടെ ആദ്യകാല ഭരണാധികാരിയായിരുന്ന പുലികേശൻ ഒന്നാമൻ 540 ബദാമി ചാലൂക്യ രാജവംശം സ്ഥാപിച്ചതായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ കീർത്തിവർമ്മൻ ഒന്നാമനും സഹോദരൻ മംഗളേശ്വരനും ചേർന്നാണ് ഇവിടെ ഈ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നും ഇവിടെ കാണുന്ന ഈ മനുഷ്യനിർമ്മിത തടാകം അതും 7ാം നൂറ്റാണ്ടിൽ പൂർത്തീകരിച്ച ഒരു ജലാശയമാണെന്നും ലിഖിതങ്ങൾ പറയുന്നു. 610 പ്രശസ്ത പുലകേശിൻ രണ്ടാമൻ അധികാരത്തിൽ വരികയും 642 വരെ ഭരിക്കുകയും ചെയ്തു. 6ഉം 8ഉം നൂറ്റാണ്ടുകളിൽ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ചില ഭാഗങ്ങൾ, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ ഭൂരിഭാഗം ഭരിച്ചിരുന്ന ആദ്യകാല ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നു ബദാമി അഥവാ വാതാബി. ബദാമി ചാലൂക്യരുടെ കീഴിൽ ഹിന്ദു ജൈന ക്ഷേത്ര വാസ്തുവിദ്യ സ്കൂളുകളുടെ കളിത്തൊട്ടിലായ മാൽപ്രഭ താഴ്വരയിലെ പ്രാദേശിക കലാകേന്ദ്രങ്ങളിലൊന്നായി ബദാമി ഉയർന്നു വന്നു. ഐഹോൾ, പട്ടടക്കൽ, മഹാകുട എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾക്കൊപ്പം ബദാമിയും ദ്രാവിഡ നാഗരിക ശൈലിയിലുള്ള ക്ഷേത്രങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും 6ാം നൂറ്റാണ്ടിനും 8ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചതാണ്. 642 പല്ലവ രാജാവായ നരസിംഹവർമ്മൻ പുലകേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയപ്പോൾ പല്ലവ സൈന്യം വാതാബി നഗരം ആക്രമിച്ചു. ചാലൂക്യർ തലമുറകളായി ശേഖരിച്ച സമ്പത്തിൽ ആഡംബരം കണ്ടെത്തി രാജകൊട്ടാരം കൊള്ളടിക്കുകയും പുരുഷന്മാരെ കൊല്ലുകയും സ്ത്രീകളെ ബന്ദികളാക്കുകയും ക്ഷേത്രങ്ങളിലെ സമ്പത്തുകൾ അപഹരിക്കുകയും ചെയ്തു. കൊള്ളയടിച്ച വസ്തുക്കളിൽ ഇപ്പോൾ കർണാടക സംഗീതത്തിൽ ആഘോഷിക്കപ്പെടുന്ന ആദരണീയമായ വാതാബി ഗണപതി വിഗ്രഹവും ഉണ്ടായിരുന്നുവെന്ന് പിൽക്കാല വാമൊഴി പാരമ്പര്യം അവകാശപ്പെടുന്നു. വാതാബി നഗരം കത്തിനശിച്ചപ്പോൾ കുടിയേറ്റക്കാർ, വാസ്തുശില്പികൾ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ തുടങ്ങി എല്ലാവരും തന്നാൽ കഴിയുന്ന വസ്തുവകൾ ശേഖരിച്ച് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും ഡക്കാനിലെ തുർക്കോ പേർഷ്യൻ സുൽത്താൻമാരും ബദാമിയും മാൽപ്രഭ മേഖലയിലെ മറ്റ് സ്ഥലങ്ങളും കൈവശപ്പെടുത്താൻ എന്നും പോരാട്ടത്തിലായിരുന്നു. വിജയനഗര കാലഘട്ടത്തെ തുടർന്നുള്ള തുർക്കോ പേർഷ്യൻ സുൽത്താനറ്റ് ഭരണം ഈ സ്ഥലത്തെ ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമികവൽക്കരിച്ചു.
എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെയുള്ള 2 സ്മാരകങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്ന് ഗുഹാക്ഷേത്രങ്ങളുടെയും ഘടനാപരമായ ക്ഷേത്രങ്ങളുടെയും പ്രവേശന കവാടത്തിനുള്ള അടുത്തുള്ള മർക്കസ് ജുമ്മയാണ്. 18ാം നൂറ്റാണ്ടിലെ അബ്ദുൽ മാലിക് അസീസിൻ്റെ ശവകുടീരം ഇതിൽ ഉണ്ട് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. മറ്റൊരു ഇസ്ലാമിക സ്മാരകം ആധുനിക കാലഘട്ടത്തിലേതാണ്. അപ്പർ ശിവാലയത്തിനടുത്തുള്ള സയ്യിദ് ഹസ്രത്ത് ബാദ്ഷായുടെ ദർഗയാണ് അത്. ബദാമിയിൽ 18 ലിഖിതങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവയിൽ പ്രധാനപ്പെട്ട ചരിത്ര വിവരങ്ങളുമുണ്ട്. ഗുഹയ്ക്ക് അകത്ത് കാണുന്ന ചില ചുവർ ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ 6ാം നൂറ്റാണ്ടിൽ വരച്ചതാണെന്നാണ് ചരിത്രം പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ ഹൈദർ അലി ബദാമിയെ കീഴടക്കുകയും ഇത് മൈസൂർ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴാവുകയും ചെയ്തു. ഇവിടുത്തെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ബദാമിയുടെ ചരിത്രം ഈ പ്രദേശത്ത് നിർമ്മിച്ച പല മനോഹരമായ ക്ഷേത്രങ്ങളും ഗുഹകളും കാരണം പ്രസിദ്ധമാണ്. ബദാമി ചാലൂക്യ വാസ്തുവിദ്യയ്ക്ക് ഒരു മികച്ച ഉദാഹരണം കൂടിയാണ്. പാറയിൽ കൊത്തിയ ഗുഹകൾ, ചെങ്കൽ ഭൂമിശാസ്ത്രം, പഴയ ക്ഷേത്രങ്ങൾ, വാസ്തുവിദ്യ പ്രദർശനങ്ങൾ, മുൻ കൊട്ടാരങ്ങൾ, ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും മിശ്രിതം എന്നിവ അസാധാരണമായ ഒരു സ്ഥലം അന്വേഷിക്കുന്ന ഏതൊരു സഞ്ചാരിയും ബദാമിയെ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ബദാമി ചുറ്റിക്കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് തുംഗഭദ്ര ഡാമും പരിസരവും കാണാനാണ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah.
Now that I've been put through hell, I never got anyone's help. അങ്ങനെ നമ്മൾ തുംഗഭദ്ര ഡാം സൈറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ബസ് അകത്തേക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ 2-3 ചെറിയ മിനി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അവരുടെ ബസ്സിൽ 30 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. അതിൽ കയറി നമ്മൾ പോവുകയാണ്. പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ കർണാടകയിലെ ഹൊസപേട്ട് കൊപ്പൽ സംഗമ സ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണിയാണ്. ജലസേചനം, വൈദ്യുതോൽപാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവയ്ക്ക് ഈ സേവനം ഉപയോഗിക്കുന്നു. രാജ്യത്ത് സുർക്കി മിശ്രിതം കൊണ്ട് പണിത 2 അണക്കെട്ടുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് തുംഗഭദ്ര അണക്കെട്ട് കർണാടകയിൽ ഉള്ളതും മറ്റൊന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലുള്ളതും. മുല്ലപ്പെരിയാറുമായി താരതമ്യം ചെയ്യുമ്പോൾ തുംഗഭദ്ര മുല്ലപ്പെരിയാറിൻ്റെ 10 ഇരട്ടി കൂടുതൽ കപ്പാസിറ്റി ഉള്ളതാണെന്ന് പറയാം. തുംഗഭദ്രയുടെ ഡാം കപ്പാസിറ്റി 101 TMCയിൽ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. 132 ആയിരുന്നു, 101 TMCയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കപ്പാസിറ്റി 10.56 TMC ആണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രയാണ് തുംഗഭദ്രയുടെയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപകട സാധ്യതയും കാരണം സുർക്കി മിശ്രിതമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ൽ മുൻ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച ഒരു സംയുക്ത പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട്. പിന്നീട് 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം മദ്രാസ്, ഹൈദരാബാദ് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയായി ഇത് മാറി. 1953 നിർമ്മാണം പൂർത്തിയായി. യാത്രയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.